ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഈർപ്പം വളരെയധികം കുറയുന്ന കാരണം കണ്ണിൻ്റെ ഡ്രൈനെസ് ഒരുപാട് കൂടുതലാണ്. നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാമെന്ന് നോക്കാം. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ്സുകളുണ്ട്. സൺലൈറ്റിലെ ഹാംഫുൾ റേസായ അൾട്രാവയലറ്റ് റേസിനെ ബ്ലോക്ക് ചെയ്യുന്ന UV ബ്ലോക്കിംഗ് ഗ്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കൊരു കണ്ണിനൊരു പ്രൊട്ടക്ഷൻ നൽകും. കൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 40 to 50 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും കണ്ണിന് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അനുഭവപ്പെട്ടു തുടങ്ങും. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കണ്ണിന് ചൂട് അനുഭവപ്പെടുക, കണ്ണിൽ ചുവപ്പ് വരിക, വെള്ളം എടുക്കുക, തലവേദന വരിക, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കുകയും ഒരു 40 to 50 മിനിറ്റ്സ് കണ്ടിന്യൂസ് ഉപയോഗം കഴിഞ്ഞാൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നടക്കുകയും കഴുത്തും കൈയുമൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ രക്തഓട്ടം ഇവിടെ കൂടുകയും വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയൊക്കെ ചെയ്യാം. കൂടാതെ ഇപ്പോൾ കണ്ടിന്യൂസ് വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്കിത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ടിയർ സപ്ലിമെൻറ്റ്സ്, കണ്ണുനീരിന് സമാനമായ തുള്ളിമരുന്നുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുന്നവർ കണ്ണിനൊരു കൂളിംഗ് നൽകാവുന്നതാണ്.